ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ഇപ്പോൾ ആ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു, മോണിറ്ററിംഗ് സംവിധാനത്തിൻ്റെ കാര്യവും പറഞ്ഞു. പക്ഷേ ഈ മേഖലയിൽ ഒട്ടേറെ തട്ടിപ്പുകൾ നടക്കുകയും ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്, ഒരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉപഭോക്തൃ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത്? ഈ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നത് അത് നിരീക്ഷിക്കാനും അതോടൊപ്പം തന്നെ അതിൽ പരാതി ഉള്ളത് ഗുണഭോക്താവിന് അല്ലെങ്കിൽ ഉപഭോക്താവിന് അത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഈ മോണിറ്ററിംഗ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടോ? നിരവധി തട്ടിപ്പുകളും ഉപഭോക്തൃ ചൂഷണങ്ങളും ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് സർ. അതൊരു വസ്തുത തന്നെയാണ്. അതുതന്നെയാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു നിരീക്ഷണ സംവിധാനം രൂപീകരിക്കുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിച്ചത്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ ഉപഭോക്തൃകാര്യ വകുപ്പിൽ എൻറോൾ ചെയ്യണമെന്ന് മാർഗരേഖ നിഷ്കർഷിക്കുന്നുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം യോഗ്യരായ കമ്പനികളുടെ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. അത്തരത്തിൽ എൻറോൾ ചെയ്യുന്ന കമ്പനികളുടെ ലിസ്റ്റ് പരിശോധിച്ച് ഉപഭോക്താവിന് കമ്പനിയുടെ വിശ്വാസ്യത ബോധ്യപ്പെടാവുന്നതാണ്. അറിവുണ്ടായിരിക്കുക എന്നതാണ് ചൂഷണം ഒഴിവാക്കുന്നതിന് അടിസ്ഥാനപരമായി വേണ്ടത്. ഇത്തരത്തിലുള്ള അറിവ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. തട്ടിപ്പുകളെല്ലാം ഒഴിവാക്കാൻ നമ്മൾ വിചാരിച്ചാൽ മാത്രം കഴിയില്ല. ഉപഭോക്താക്കൾ അതിനെ സംബന്ധിച്ച് ജാഗ്രത ഉണ്ടായാൽ മാത്രമേ അതിന് കഴിയൂ എന്നുള്ളതാണ് സത്യം.